Washington, D.C. എല്ലാവർക്കും സുഖമാണോ? I'm so thrilled to see you here as part of Fokana Global Convention and to watch Fokana Malayali Manga Beauty Pageant 2024. വർഷങ്ങളായിട്ട് ഫൊക്കാന ഗ്ലോബൽ കൺവെൻഷൻ്റെ ഭാഗമായിട്ട് ഫൊക്കാന വിമൻസ് ഫോറം മംഗ ബ്യൂട്ടി പേജൻറ്റ് നടത്തി വരുന്നു. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഹൈലൈറ്റ്സ് ഓഫ് ദ കൺവെൻഷൻ. 12 വർഷങ്ങൾക്ക് മുമ്പ് ഹ്യൂസ്റ്റണിൽ വെച്ച് നടന്ന ഫൊക്കാന കൺവെൻഷനിൽ ഇതുപോലൊരു സ്റ്റേജിൽ നിഷ്കളങ്കയായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഫൊക്കാന മലയാളി മംഗ 2012 എന്ന ടൈറ്റിൽ നേടിയെടുക്കുവാൻ സാധിച്ച ഒരാളാണ് ഞാൻ. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇന്ന് ഫൊക്കാന വിമൻസ് ഫോറത്തിൻ്റെ നാഷണൽ ചെയർപേഴ്സണും കുടുംബിനിയും 2 കുട്ടികളുടെ അമ്മയും ഹെൽത്ത് കെയർ പ്രൊഫഷണലും ഒരു കമ്മ്യൂണിറ്റി വർക്കറും ഒക്കെയായി ഞാൻ മുമ്പോട്ട് പോകുന്നു. ഐ ആം ഡോക്ടർ ബ്രിജിറ്റ് ജോർജ്. ഇന്ന് ആ സൗന്ദര്യമൊക്കെ മങ്ങിത്തുടങ്ങിയിട്ടുണ്ടെങ്കിലും അന്ന് അങ്ങനെ ഒരു ബ്യൂട്ടി പേജൻറ്റിനെ സംബന്ധിച്ച് ആ ഒരു ടൈറ്റിൽ കിട്ടിയതിലുള്ള ആത്മധൈര്യവും സന്തോഷവും എന്തൂസിയാസവും ഇന്നും കൈവിടാതെ മുമ്പോട്ട് പോകുന്നു. ഈ ബ്യൂട്ടി പേജൻറ്റിൽ സംബന്ധിക്കുന്നതിനായി ബാക്ക് സ്റ്റേജിൽ നിൽക്കുന്ന വനിതാ രത്നങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഈ ബ്യൂട്ടി പേജൻറ്റിൽ അവർ സംബന്ധിക്കുന്നതിനായി കാണിച്ച ധൈര്യം തന്നെ അവരെ വിന്നേഴ്സാക്കിയിരിക്കുകയാണ്. പക്ഷേ ഏതൊരു മത്സരവും എന്നതുപോലെ തന്നെ ഒരാൾക്ക് മാത്രമേ ആ ടൈറ്റിൽ ലഭിക്കുകയുള്ളൂ. എങ്കിലും സ്പോർട്സ്മാൻഷിപ്പ് സ്പിരിറ്റോടെയും സന്തോഷത്തോടെയും പരസ്പരം സഹകരിച്ചും അവർ ഈ പേജൻറ്റിനെ സംബന്ധിച്ച് ഓർമ്മകളുടെ താളുകളിൽ ഒരു സ്വർണ്ണ ലിപികളിൽ എഴുതി വയ്ക്കുവാൻ സാധിക്കുന്ന ഒരു ആഘോഷമായി ഇവരിത് മാറ്റും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുകയാണ്. ഈ ജഡ്ജസിൻ്റെ ഈ പേജൻറ്റിൻ്റെ ജഡ്ജസായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് 3 മഹത് വ്യക്തികളാണ്. ജഡ്ജ് നമ്പർ 1, ഹർ നെയിം ഈസ് ജയ റാണി നികേഷ്. ഷീ ഈസ് എ സീനിയർ ജേർണലിസ്റ്റ്. Our second judge is Ponnapilla. She's a senior Fokana leader and a community worker and a great person. She's from Houston. The third judge, his name is Murali R. He is the Madhurabhumi News TV CEO. Welcome you all. ഈ പരിപാടിയുടെ MC ആയിട്ട് ഈ സ്റ്റേജിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഫൊക്കാന വിമൻസ് ഫോറത്തിൻ്റെ വൈസ് ചെയറും നല്ലൊരു അവതാരികയും ഒരു സക്സസ്ഫുൾ ബിസിനസ് വിമനും ധൈര്യത്തിൻ്റെ പര്യായവുമായ ഹ്യൂസ്റ്റണിൽ നിന്നുമുള്ള മിസസ് ഫാൻസിമോൾ പള്ളാത്തമടമാണ്. ഫൊക്കാന കൺവെൻഷനനുബന്ധിച്ച് ഫൊക്കാന വിമൻസ് ഫോറം കോർഡിനേറ്റ് ചെയ്യുന്ന ഈ മലയാളി മംഗ കണ്ടസ്റ്റിലേക്ക് നിങ്ങളേവരെയും കണ്ടസ്റ്റൻസിനെയും എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളുടെ MC ആയി ഫാൻസിമോളെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. താങ്ക് യു. Good afternoon, everyone. I'm not hearing anything back from you. Thank you. This is a well-focused event, I must say, and well-awaited event as well. മലയാളി മംഗ എന്ന ഈ പ്രോഗ്രാം എപ്പോഴും വളരെ ആകാംക്ഷയോടെ എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മളൊരു ഇച്ചിരി സമയം താമസിപ്പിച്ചതിൻ്റെ കാരണം ഇലക്ഷൻ്റെ ചൂട് ഭയങ്കരമായി താഴെ നടക്കുന്നു. അത് ഇച്ചിരി ഒന്ന് തണുത്തോട്ടെ, ഏവർക്കും വരാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ്. So once again, let me welcome each and every one of you. And also you have heard about our Women's Forum chairperson, how great of a community leader she is. And I would like to say, give a surprise to her.
giving a short video about Dr. Bridget George. Let's start with that. ഡോക്ടർ ബ്രിഡ്ജറ്റ് ജോർജ് 2022-24 കാലഘട്ടത്തിൽ ഫൊക്കാനയുടെ വിമൺ ഫോറം ചെയർപേഴ്സണായിരുന്നു ശ്രീമതി ബ്രിഡ്ജറ്റ് ജോർജ്. ഗായിക, അവതാരക, സംഘാടക എന്നിങ്ങനെ പല റോളുകളിലും തിളങ്ങിയ ഒരു ബഹുമുഖ പ്രതിഭയാണ് ഈ വനിതാരത്നം. ഫൊക്കാനയുടെ വിവിധ പരിപാടികളുടെ മുഖ്യ സംഘാടകയും അവതാരകയും എന്നതിനപ്പുറം സാമൂഹിക, സാംസ്കാരിക, ആത്മീയ വേദികളിലെ സജീവ സാന്നിധ്യം കൂടിയാണവർ. ചിക്കാഗോ മലയാളി അസോസിയേഷൻ ബോർഡ് മെമ്പർ, ചിക്കാഗോ മലയാളി അസോസിയേഷൻ വുമൺ ഫോറം ചെയർപേഴ്സൺ, കലോത്സവം കോർഡിനേറ്റർ, മലയാളി മംഗ കോർഡിനേറ്റർ എന്നീ ചുമതലകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഡോക്ടർ ബ്രിഡ്ജറ്റ് ജോർജ് വഹിച്ചിരുന്നു. ഇതോടൊപ്പം ചിക്കാഗോ സീറോ മലബാർ കത്തീഡ്രലിന്റെ പബ്ലിക് റിലേഷൻ ചുമതലകളും അവർ വഹിച്ചിരുന്നു. 2012 ഹൂസ്റ്റണിൽ നടന്ന ഫൊക്കാനോ കൺവെൻഷനിൽ മലയാളി മംഗയായി തിരഞ്ഞെടുക്കപ്പെട്ട ചരിത്രവും ഡോക്ടർ ബ്രിഡ്ജറ്റ് ജോർജിനുണ്ട്. ഫൊക്കാന വിമൻസ് ഫോറം അധ്യക്ഷ എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് അവർ നടത്തിയത്. ഡോക്ടർ ദിവ്യ എസ് അയ്യർ, രമ്യ എ ഹരിദാസ് MP എന്നിങ്ങനെ നിരവധി പേർ ഈ കാലയളവിൽ വിമൻ ഫോറവുമായി സഹകരിച്ചു. നൈറ്റിംഗേൾ നഴ്സിംഗ് സ്കോളർഷിപ്പ് പദ്ധതി, ഭിന്നശേഷി കുട്ടികൾക്കുള്ള സഹായ പദ്ധതി എന്നിവ വിജയകരമായി നടപ്പാക്കാനും ഡോക്ടർക്ക് സാധിച്ചു. ഫൊക്കാനയുടെ മുന്നണി പോരാളിയായി ഇനിയും തിളങ്ങാൻ ഡോക്ടർ ബ്രിഡ്ജറ്റ് ജോർജിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവരെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഡോക്ടർ ബ്രിഡ്ജറ്റ് ജോർജ്. നിറഞ്ഞൊരു കയ്യടി കൊടുക്കാം ഡോക്ടർ ബ്രിഡ്ജറ്റ് ജോർജിന്. സമയം ലാഭിക്കുന്നതിന് വേണ്ടി വേഗം ബ്രിഡ്ജറ്റിനെ വിളിക്കുകയാണ്. ഡോക്ടർ ബ്രിഡ്ജറ്റ് ജോർജ്, come to the stage one more time so you can see. So I'm not going to say anything. It was a pleasant surprise, but thank you all. Thank you, coordinators, for this. I'm going to pass the mic to Fancy Mall. Thank you. Thank you, Bridget. It was such a pleasure to work with her for all these projects for the Women's Forum. And my special congratulations to the Women's Forum who were working with her diligently and wholeheartedly. The kudos to the Women's Forum. I want all the women to enjoy that. Thank you. Let's move on to, you heard about the eminence of our judges. I'm not going to waste time on introducing them again. You have heard about them from Bridget. So let me start calling our contestants. As everybody knows, this is the Manga program. We have 7 contestants. As I'm calling, according to the chess numbers, they may come and line up. First is Subi Babu, chess number 1. May I have the songs? The background song, please. Subi Sabu, chess number 1. Adira Verma, chess number 3. Surya Chako, chess number 5. Mumtaz Palat, chess number 7. Amanda Abraham, chess number 9. Preeti Nair, chess number 11. Pamela Ravindran, chess number 13.
നിറഞ്ഞ കയ്യടിയോടെ നമുക്കിവരെ സ്വീകരിക്കാം. Once again, round of applause to the contestants. Kindly exit the stage. Contestants can exit the stage. I'm sorry, do not exit stage. All the way back. We have given the instruction. You have seen the contestants. Now we are going to start with each round. We have given instruction to the judges. At the same time, just for your information, the audience information, we have 3 rounds. First is the Kerala Attire round. Second is the talent round. Third is the question answer round. I didn't want to block the contestants. That's why I was staying on the side. So hopefully you heard me very well. There are 3 rounds. First is the Kerala Attire round. Second is the talent round. Third is the question answer round. We are going to start with each contestant. Just want to make a clarification. The contestants are going to exit one by one, and we will call each one of them for their talent round. Kindly exit from this side. We are starting with the contestant number, chess number 1 for the talent round. I'm sorry, Kerala Attire. Kerala Attire round is the introduction round. They are going to use their promo videos are there, and they are also going to explain what they are. And here starts with the contestant number 1. Do you have another mic? എല്ലാവർക്കും നമസ്കാരം. നോർത്ത് അമേരിക്കൻ മലയാളികളുടെ സാമൂഹിക പ്രതിബദ്ധതയും സാംസ്കാരിക ഉന്നമനവും എന്നെന്നും ഉയർത്തിക്കാട്ടുന്ന അമേരിക്കൻ മലയാളികളുടെ ഹൃദയസ്പന്ദനമായ ഫൊക്കാനയ്ക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. എൻ്റെ പേര് സുബി ബാബു. ഞാൻ അറ്റ്ലാന്റ ജോർജിയയിൽ നിന്നാണ്. ഗ്രേറ്റർ അറ്റ്ലാന്റ മലയാളി അസോസിയേഷനിൽ നിന്നും ഒരു ഡെലിഗേറ്റായിട്ടാണ് ഇവിടെ എത്തിയത്. ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഗാമയുടെ ഈ വർഷത്തെ സെക്രട്ടറി കൂടിയാണ്. 3000-ൽ പരം ആളുകൾ ഓണത്തിന് പങ്കെടുക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ സെക്രട്ടറി ആകുക എന്ന് പറയുന്നത് തന്നെ ലൈഫിലെ വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ നാട് പത്തനംതിട്ട കോന്നിയാണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ വളർന്ന് ഞാൻ ഇവിടെ അമേരിക്കയിലെത്തി. ഒരു പ്രമുഖ ബാങ്കിൻ്റെ സൈബർ സെക്യൂരിറ്റി ഡിവിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡ് തോമസ് രാജൻ ഡെൽറ്റ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. എസ്തർ തോമസ്, ഈതൻ തോമസ്. 9ഉം 10ഉം വയസ്സാണ്. ഇതിനോടൊപ്പം ഞാൻ മീഡിയ രംഗത്തും പ്രവർത്തന പരിചയമുണ്ട് 7-8 വർഷത്തെ. ഇപ്പം കൈരളി TV USA ആങ്കറായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു. ഒരു വെറും ആങ്കർ അല്ല, അമേരിക്കയിൽ പല സ്ഥലങ്ങളിൽ ഷോസ്, അതിൻ്റെ കൺസെപ്റ്റ് എല്ലാം റൺ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലും എനിക്ക് റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരു ജുവലറിയുടെ ആർട്ട് ഷൂട്ട് ചെയ്യാൻ ഇടയുണ്ടായി. എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒപ്പം ഞാനൊരു ചെറിയ ഡാൻസറാണ്, ക്ലാസിക്കൽ ഭരതനാട്യം ഡാൻസ്. കമ്മ്യൂണിറ്റി പ്രവർത്തനവും ഈ എല്ലാ സ്റ്റേറ്റിലെ മിക്ക മലയാളികളോട് സംസാരിക്കുവാനും സ്റ്റുഡൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട്. എന്നെക്കുറിച്ച് ഓവറോൾ ഒരു എന്താ പറയുക, ഇത്രയും ഡീറ്റെയിൽസാണ്. എൻ്റെ കുടുംബം, എൻ്റെ അച്ഛൻ അമ്മ എല്ലാം നാട്ടിലാണ്. എൻ്റെ കുടുംബമാണ് എൻ്റെ സപ്പോർട്ട്, എൻ്റെ കോൺഫിഡൻസ് എല്ലാം. താങ്ക് യു വൺസ് അഗെയിൻ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ഓൾ. Thank you, Subi Babu. We are continuing with the first round. The second contestant is Adira Verma, chess number 3. Adira Verma, chess number 3. എല്ലാവർക്കും നമസ്കാരം.
ഞാൻ ആതിര വർമ്മ. കേരളത്തിൻ്റെ രാജനഗരിയായ തൃപ്പൂണിത്തുറയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം നേടിയ ഞാൻ 8 വർഷത്തോളം ബാംഗ്ലൂരിലൊരു എംബഡഡ് സോഫ്റ്റ്വെയറായി ഒരു ഓട്ടോമോട്ടീവ് കമ്പനിയിൽ ജോലി ചെയ്തു. അതിനുശേഷം 2017 എൻ്റെ ഭർത്താവിൻ്റെയും മകളുടെയും ഒപ്പം ഞാൻ US വരുന്നത്. ഇവിടെ റിച്ച്മണ്ട് വെർജീനിയയിൽ താമസമാക്കിയ ഞാൻ വെർജീനിയ കോമൺവെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റേഴ്സ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കരസ്ഥമാക്കി. മാസ്റ്റേഴ്സ് പഠിത്തത്തോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയിലെ സൈബർ ഫിസിക്കൽ സിസ്റ്റംസ് ലാബിൽ റിസർച്ച് അസിസ്റ്റൻ്റായി ജോലി ചെയ്യുവാനും നാസയുടെയും US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജീസിൻ്റെയും നിസ്റ്റിൻ്റെയും ഒക്കെ റിസർച്ചുകളുടെ ഭാഗമാകുവാനും പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുവാനുമുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഇപ്പോൾ US ഒരു ഓട്ടോമോട്ടീവ് കമ്പനിയിൽ സീനിയർ എംബഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ഞാൻ ജോലി ചെയ്യുന്നു. ഈ ജോലിയോടൊപ്പം തന്നെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഗ്ലോബൽ ടാലൻറ്റ് ഫെല്ലോ ആയിട്ട് ജോലി ചെയ്യുവാനും US യൂണിവേഴ്സിറ്റികളിലെ അണ്ടർ റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പ്രോജക്റ്റ് ഗൈഡായി സേവിക്കുവാനുമുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഒരു കലാകുടുംബത്തിൽ ജനിച്ച എനിക്ക് അഷ്ടപതി അധ്യാപികയായ എൻ്റെ മുത്തശ്ശിയും പാട്ടുകാരിയായ എൻ്റെ അമ്മയും ബേസ് ഗിറ്റാറിസ്റ്റായ എൻ്റെ അച്ഛനുമൊക്കെ എന്നും എപ്പോഴും ഒരു പ്രചോദനമായിരുന്നു. 8 വർഷത്തോളം ഭരതനാട്യവും കർണാട്ടിക് സംഗീതവും പഠിച്ച എനിക്ക് നൃത്തവും സംഗീതവും തന്നെയാണ് ഏറ്റവും വലിയ പാഷൻ. മറുനാട്ടിലാണെങ്കിലും ഒരു മലയാളിയായി തന്നെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ 2 കുട്ടികളിലും മലയാളി തനിമയും സംസ്കാരവും വളർത്താൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അവരോട് മലയാളം തന്നെ സംസാരിച്ചും നാട്ടിലെ കഥകൾ പറഞ്ഞു കൊടുത്തും കേരള വിഭവങ്ങൾ വീട്ടിലുണ്ടാക്കിയും മലയാളം സിനിമകൾ കണ്ടും ഒരു മലയാളി കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാ മനുഷ്യരിലും നന്മയുണ്ടെന്ന് വിശ്വസിക്കുക. എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്ന ഈ സന്ദേശമാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. അതുകൂടാണ്ട് ഒരു വലിയ സന്ദേശമാണ് എൻ്റെ അച്ഛൻ ഫാസ്റ്റസ്റ്റ് ബേസ് ഗിറ്റാറിസ്റ്റായി വേൾഡ് റെക്കോർഡ് നേടിയപ്പോൾ ഞാൻ പഠിച്ചത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിന്ന് നമ്മൾക്ക് നേടിത്തരും. ഈ സന്ദേശം എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Thank you, Adra. Next contestant is Surya Chako, chest number 5. Surya Chako. നിങ്ങളുടെ പ്രോത്സാഹനമാണ് കണ്ടസ്റ്റൻസിൻ്റെ ഊർജം എന്നത് മറക്കരുത്. ഹലോ, ഹായ് എവ്രി വൺ. എൻ്റെ പേര് സൂര്യ ചാക്കോ. ഞാൻ മേരിലൻഡിൽ താമസിക്കുന്നു. എൻ്റെ ഹസ്ബൻഡും 3 പിള്ളേർ, 21 years, 18 and 15 years old. ഞാൻ 20 വർഷമായിട്ട് അമേരിക്കയിലുണ്ട്. പ്രൊഫഷണലി ഐ എം എ നഴ്സ് പ്രാക്ടീഷണർ. സോ ഐ immigrated to the US with Bachelor's of Science degree in nursing from CMC Vellore. One of the main motivation for me to immigrate here was to further my career, and I have to say I'm so happy that I was able to accomplish some of it. I did initially go back to school to complete Masters of Science in Family Nurse Practitioner. Subsequently, I did obtain my psychiatric and mental health nurse practitioner because I have a true passion for mental health nursing. Eventually, I was able to obtain my doctorate in nursing practice, and I have to say this has been one of the greatest accomplishments of my career. Aside from that, I have a true passion for community service. I'm deeply involved in the community. കൈരളിയോ ബാൾട്ടിമോറിൻ്റെ വിമൻസ് ഫോറം ചെയറായിട്ട് ഈ കൊല്ലം പ്രവർത്തിച്ചു വരുന്നു. 2 വർഷം മുമ്പ് ഞാൻ ചെയറായിരുന്നു. ഇന്ത്യൻ അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് മേരിലൻഡിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റായിട്ട് നെക്സ്റ്റ് 2 yearsൻ്റെ പ്രസിഡൻ്റായിട്ടും അപ്പോയിൻറ്റഡ് ആണ്. ഐ എം വെരി ആക്റ്റീവ് ഇൻ ദി നഴ്സിംഗ് അസോസിയേഷൻ. Third, I'm also a fellowship director for the place where I'm working. As far as work, I work as the director for wellness and occupational health for mental health, MedStar Health urgent care clinics, which is a group of 33 urgent care clinics. Aside from that, I work as an auditor for Maryland hospital-acquired conditions, and still on the side, I do work as an inpatient psychiatric nurse practitioner.
And ഇത് കൂടാതെ എൻ്റെ hobbies, I love writing, I love everything about books and reading, and I've written several poems. So writing is one of my biggest outlets. And I love playing volleyball, throwball, and badminton. And I love dancing, not professionally trained though, but dancing gives me great joy. And honestly, honestly, I have to admit that being on the stage was not my intention. I was forced to be here, and one way I feel quite happy about it. I never thought beauty pageant was my thing, but really let me get out of my comfort zone. And thank you, Bridget and others, for encouraging me to participate. Now, in closing, let me leave you with a thought. The change, you are the change that you want to see in the world. So as women, as moms, as sisters, as women of power, let's remember that the change that you want to see in the world happens with each and every one of us. It should happen with me, it should happen with you, and let us bring our kids with a change, inspire them to bring about the change that you want to see happen in the world. Thank you all. Thank you, Surya. Next contestant is Mumtaz Palat, chess number 7. Big round of applause, please. ഞാൻ മുംതാസ് ബീഗം പള്ളത്ത്. നാട്ടിൽ ആദിശങ്കരൻ്റെ നാടായ കാലടിയിൽ നിന്ന് വരുന്നു. ഇവിടെ 2003 അമേരിക്കയിൽ വന്നു. നാട്ടിൽ ഞാൻ പഠിച്ചത് നേഴ്സിംഗ് ആണ്, ബാച്ചിലേഴ്സ് ഇൻ നേഴ്സിംഗ്. എനിക്ക് നാട്ടിൽ 3 സിസ്റ്റേഴ്സും ഒരു ബ്രദറും എൻ്റെ അമ്മയുണ്ട്. ഇവിടെ ഞാൻ കല്യാണം കഴിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്. എൻ്റെ ഹസ്ബൻഡ് നജീബ്, മക്കൾ 19 വയസ്സായിട്ടുള്ള കുട്ടി, 17, പിന്നെ 8 വയസ്സായിട്ടുള്ള മോൻ. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഒരു ആർട്ടിസ്റ്റിക്കലി എനിക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഞാൻ ഒരു 10 വർഷമായിട്ട് ഭരതനാട്യം പഠിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൻ്റെ കലാരൂപമായ മോഹിനിയാട്ടത്തിൻ്റെ ആർട്ട് ലവറാണ്, പ്രാക്ടീഷണറാണ്, പെർഫോമറാണ്. അത്ലറ്റിക്കലി ഞാനൊരു സ്വിമ്മറാണ്, റണ്ണറാണ്. ഇപ്പോൾ എൻ്റെ പുതിയ പാഷൻ അത്ലറ്റിക്സിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്. എനിക്ക് ഞാൻ ഇപ്പോൾ പഠിക്കണത്, ഞാനിപ്പോൾ ഫെർദറായിട്ട് ഞാനൊരു അടുത്ത മാസ്റ്റേഴ്സ് ഇൻ സൈക്യാട്രി ചെയ്യുന്നു യൂണിവേഴ്സിറ്റി ഓഫ് സിൻസിനാറ്റിയിൽ. എനിക്കൊരു മാസ്റ്റേഴ്സ് ഇൻ ഡോക്ടറേറ്റ് ഓൾറെഡി ഉണ്ട് വെർജീനിയ കോമൺവെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഞാനൊരു അനസ്തറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അതാണ് ഞാൻ. താങ്ക് യു. Mike. Thank you, Mumtaz. Next contestant is Amanda Abraham, chess number 9. Namaskaram. Hello, everyone. My name is Amanda Abraham, and I am from Baltimore, not too far from here. I'm currently living in Chicago as a public health researcher right now. I feel really fortunate to be here at the Fokana Convention and to be participating in the Malayali Manka pageant with all these wonderful, lovely ladies. I guess to begin, I will start at the very beginning. Like I said, I'm from Baltimore, born and raised there. I am the first daughter of 2 immigrant parents. As a first-generation Indian American, I'm sure many of you can probably relate. Sometimes you don't feel like you fit in properly, right? You don't feel like you maybe fit in the Indian community or the American community, and you're just trying to find a place, just be who you are, to be your genuine self. And so at a very young age, I want to thank my mom and dad for encouraging me to join Bharatanatyam, to join a dance group, which eventually led me to participate and perform at the KCS, KAGW, and Kaidali of Baltimore cultural programs.
And truthfully, it was at these organizations that I saw so early on at a young age how passionate people are of their Malayali heritage. You know, when you're born here, it can be very difficult to feel that connection, but I felt like all the aunties, uncles, chechis, chertas, everyone was so welcoming, and it really encouraged me. So of course, as I got older, I wanted to get involved. I began public speaking, emceeing. I began participating in choreographing in various events, organizing various charity events also. And most recently, a couple years ago, I became the Joint Secretary of Kaidalia Baltimore with the support of my family and community. And as you can see in this collage in the background, these are some of the wonderful opportunities the community has given me over the years that I feel very grateful about. And my most favorite photo here is the photo of my family at the bottom. My mom, my dad, my younger sister, my younger brother. Both of them, my younger siblings, couldn't be here today because of school, but I definitely want to acknowledge them because they are one of my biggest supporters along with my parents. Additionally, I'm up here on this stage today because, like I said, there have been many times where I feel like I don't, fit into that mold. And I just want to say to anyone who maybe could relate to anything that I am saying up here, that, it's not important that you fit in a certain group, but more importantly, it's important that you follow what you believe in. What are you passionate about? What do you love to do? And for me, that is what makes me a strong and wonderful Malayali woman because of the support of everyone here. So thank you all so much. I really appreciate it. I really look forward for the judges and everyone to get to know me better in the future rounds. Thank you all so much. Nandi namaskaram. Thank you, Amanda. Next contestant, chess number 11, Preeti Nair. നമസ്കാരം. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഒരു വളരെയധികം നന്ദിയാണ്. എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു സദസ്സ് എനിക്ക് വേണ്ടിയിട്ട് തന്ന എല്ലാവർക്കും വളരെ നന്ദി. എൻ്റെ പേര് പ്രീതി. കായലുകളുടെ നാടായ ആലപ്പുഴയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആലപ്പുഴ പ്രോപ്പർ ചേർത്തല. എൻ്റെ ഹസ്ബൻഡ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞാനും ഇവിടെ വന്നു. വീട്ടിൽ വെച്ചിട്ടൊരു അമ്മക്കുട്ടിയായിട്ട് വളർന്ന ഞാൻ ഇവിടെ വന്ന് ഭയങ്കര ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ട് കുറച്ച് നാൾ കൊണ്ട്. ഈ ഒരു സ്ലൈഡിൽ കാണുന്നതും എൻ്റെ ഹാപ്പിനെസ് ഇതിൽ കാണുന്നത് കറക്റ്റിൻ്റെ ഹാപ്പിനെസ് ആണ്. എന്താണെന്ന് വെച്ചാൽ അത്ര ഒരു നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയത് കൊണ്ടാണ്. പൊക്കി പറയുന്നതല്ല, കാര്യം പറഞ്ഞതാണ്. ഓക്കെ, എൻ്റെ ഹോബീസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ബുക്കുകൾ വളരെ ഇഷ്ടമാണ്. വായിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു വലിയൊരു ബക്കറ്റ് ലിസ്റ്റാണ് ഒരു നിറയെ ബുക്കുകൾ എന്നുള്ളത്. എനിക്കിതുവരെ അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ വായിച്ചതും കൂടെ ആയിരിക്കണം, ചുമ്മാതെയല്ല. നിറയെ വായിച്ചൊരു ബുക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതായിട്ട് എഴുതുകയൊക്കെ ചെയ്യും. പിന്നെയുള്ളത് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ 10th കൊണ്ട് എൻ്റെ എല്ലാ വിധത്തിലുള്ള പരിപാടികളൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു, കലാപരിപാടികളൊക്കെ. സോ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഞാൻ എല്ലാം പൊടിതട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെറിയൊരു ഡാൻസറാണ്, വലിയ രീതിയിലില്ല, സിനിമാറ്റിക് ഡാൻസും മറ്റുമൊക്കെയാണ്, അല്ലാതെ വലിയ രീതിക്കൊന്നും ചെയ്യുന്നില്ല. എങ്കിലും ചെറിയൊരു ഡാൻസറാണ്. എഴുതും, വായിക്കും. എനിക്കൊരു പെറ്റുണ്ട്. സോ ഒരു പെറ്റ് ലവറാണ് ഞാൻ. എനിക്ക് ഭയങ്കര കാര്യമാണ് അവളെ. എൻ്റെ ഒരു പിങ്കി എന്നാണ് പുള്ളിക്കാരത്തിയുടെ പേര്. ഒരു ഡോഗാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഞാനൊരു ഫാമിലി പേഴ്സണാണ്. ഫാമിലിയെ ചുറ്റിപ്പറ്റി മാത്രം നിൽക്കുന്ന ഒരാളാണ്. കൂടുതലും അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരാളാണ്. വളരെ സന്തോഷവതിയാണ്. ഇത്രയൊക്കെ ഉള്ളൂ എന്നെക്കുറിച്ച് പറയാൻ. ആൻഡ് അഗെയിൻ താങ്ക്സ്. Thank you, Preeti. The last contestant for this first round is coming, which is Pamela Ravindran. നമസ്തേ, ഞാൻ പമീല. നാട്ടിലെ ട്രിവാൻഡ്രത്താണ്. ഇവിടെ വന്നിട്ട് 5 വർഷമായി. എനിക്ക് 2 മക്കളുണ്ട്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നു, മോള് ഡോക്ടർ, മോന് ഒരു നെറ്റ്വർക്ക് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കവല നാരായണ പണിക്കരുടെ ടീമിൽ 10-12 വർഷമായിട്ട് ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. പിന്നെ ഡാൻസാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം. അത് കഴിഞ്ഞിട്ട് എഴുതും. പിന്നെ നാരായണ പണിക്കരുടെ കീഴിൽ ഓൾ ഓവർ വേൾഡ് ഞാൻ
നൃത്തം ചെയ്യാൻ പോയിട്ടുണ്ട്. ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. മക്കൾ രണ്ടുപേരും തനിച്ചാണ് നാട്ടിൽ. ഞാനിവിടെ 5 വർഷമായിട്ട് ഉണ്ട്. എഴുതും, വരയ്ക്കും, ഒരുപാട് കലാവിനോദങ്ങളുണ്ട്. കലാമണ്ഡലം ശിവരാമിൻ്റെ കീഴിൽ കഥകളി അഭ്യസിച്ചിട്ടുണ്ട്. കലാമണ്ഡലം സത്യഭാമ ടീച്ചറിൻ്റെ കീഴിൽ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. സത്യഭാമ ടീച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവർക്കും ചിരി വരും, പക്ഷേ ടീച്ചർ ഭയങ്കര പാവമാണ്. എപ്പോഴോ ഒരു പിഴച്ച വാക്കിൻ്റെ പേരിൽ അങ്ങനെ വന്നു പോയതാണ്. ടീച്ചറിൻ്റെ കീഴിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു. പിന്നെ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്ന് നടനഭൂഷണം, കേരള നടനം ഡിപ്ലോമ റാങ്കോടുകൂടി പാസ്സായിട്ടുണ്ട്. പിന്നെ അമേരിക്കയിൽ എൻ്റെ മക്കൾ എപ്പോഴും എന്നോട് പറയും, ഒന്ന് പഠിത്തം നിർത്തിയിട്ട് ഞങ്ങളെ ശ്രദ്ധിക്കാൻ. പക്ഷേ അവരും പഠിക്കുന്നുണ്ട്, ഞാനും ഒപ്പം പഠിക്കുന്നുണ്ട്. ഇതുവരെ നിർത്തിയിട്ടില്ല. എൻ്റെ മരണം വരെയും അങ്ങനെ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. Thank you, Pamela. That was chess number 13, Pamela Ravindran. So for the information of the judges, this completes the first introductory round from all the contestants. How are we doing? Should be active hour. How are we doing? Yes, come on. We need to have some energy. Don't go to sleep. This is such a great occasion. The Malayali Manga, well-awaited program. So you need to give more support to the contestants. When you clap, they get more energy. I don't need to say that, right? So by the way, I am Fancy Mol Pallathu Madam. I'm from Houston. I'm the vice chair for the Women's Forum. And I'm also an entrepreneur. And I have a couple of laboratories, which is one in Texas, one in New Jersey, and one in Florida. So now why I said this was, women have different talents. Manga program nu parnal, manga enna Malayalam vaakinte artham stree ennu thanneyalle. See, Bharata striyude തൊട്ടിലാട്ടുന്ന കൈകളുടെ ശക്തി നിങ്ങൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞു ആ ഇൻട്രൊഡക്ടറി റൗണ്ടിൽ. ഹൗ ഡിഫറെൻറ്റ് ദേ ആർ, ബട്ട് ഹൗ വെൽ വേഴ്സ്ഡ് ഈച്ച് വൺ ഓഫ് ദം ആർ. സോ we are well awaited for this program, and next round is going to take place within no time. Meanwhile, I will give a little time for the judges to see whether everything is done properly, the contestants are marked correctly, all those things, all the rules are abided by you three. I know you are eminent persons. You have no doubt about this. If you have any kind of clarification to make, this is the time. And let's hear some good songs. Meanwhile, the contestants are getting ready for their talent round. You heard them. All of them are good dancers. They need to get ready for their showcasing their talents. So, one by one, as they get ready, we will be coming. We have given them 15 minutes to get ready. So let's do that and sit back and relax. Don't get up from your seat. Once you get up, you lose the seat. So let's wait for the talent round, okay?
We are going to start with the talent round. The first contestant, Subi Babu. Judges, please note, Subi Babu, the first contestant, chess number 1. നിറഞ്ഞ കൈയോടെ സ്വീകരിക്കാം. ഒരു കാതിലൂല ഞാൻ കണ്ടില്ല, ഒരു കാതിലൂല ഞാൻ കണ്ടില്ല, തിരുതാളി വെച്ചതും കണ്ടില്ല, കളവാണിയാം കിളിയെ ഓർത്തില്ല അകലേ. തിരയിളകിയ മാറിൽ നേരിതാൽ അരയിതിലൊരു ഞാണലുക്കിനാൽ നുരചിതറിയ നൂപുരങ്ങളാലേ തോഴി നീയൊരുക്കുന്നു ഒരു ദേവിയായ ഗ്രാമത്തെ. ഞാനിതിൻ്റെ തീരത്തെ വനഗോപബാലനാകുന്നു. Thank you, Subi, for that awesome performance. നമുക്കറിയാം നമ്മുടെ ഈ കൺവെൻഷനൊക്കെ നടക്കണമെങ്കിൽ we need lot of money. This is achieved through many sponsors. One among them, one of our grand sponsor is none other than the India's largest bank, the State Bank of India, the business development head of North American business development head, I must say. Mr. Rajashekharan Reddy is available here. I would cordially invite him to the stage to say a few words so that everybody is familiar about the banking system. Please come. It's our honor to have you around, and thank you for supporting us. എല്ലാവർക്കും നമസ്കാരം. I am Rajashekharan Reddy, Vice President Business Development from State Bank of India, New York.
On behalf of SBI New York, I convey my best wishes to the vibrant Fokana, that is Malayali community, from our country head, SBI US Operations, Mr. Amit Verma, Mr. Prashant Kumar Tripathi, our Chief Executive Officer, and I convey my special thanks to Mr. Babu Stephen, the President of Fokana community, for inviting us and to be part of this prestigious event. And of course, we are State Bank of India is here since 1971. Ours is FDIC Institute branch. We are offering great services, both retail and corporate deposits as well. And retail interest rates deposits are at 5.41% APY for 1 year, and for senior citizens of 60 plus years is 5.51%. We have also recently launched the prestigious Yona app. With this app, you can transfer the money to India and open CDs while sitting at your home. All that you require is just open the account with State Bank of India, New York, with us. Please contact us. My name is Rajashekar Reddy. My mobile number is 646-573-9007. I repeat, 646-573-9007 for any banking needs here. Thank you. My special thanks to Fokana and Babu Stephen sir for inviting for this wonderful event. Thank you. Thank you all. Thank you, Mr. Rajashekharan Reddy. So the reason I called him because he has a flight to catch. I don't want him to miss the flight after helping us. So we are continuing with the second round, the talent round. Next contestant is just number 3, Adira Verma. Judges, just number 3, Adira Verma. വരുവാനില്ലാരുമി ഒരു നാളുമീ വഴിക്കറിയാം അതെന്നാലുമെന്നും പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, ഇന്നും വെറുതെ മോഹിക്കുമല്ലോ. കൊതിയോടെ ഓടിച്ചെന്നകലത്ത വഴിയിലെ കിരുകണ്ണു നീട്ടുന്ന നേരം വഴിതെറ്റി വന്നാരോ പകുതിക്കു വെച്ചെൻ്റെ വഴിയെ തിരിച്ചു പോകുന്നു, എൻ്റെ വഴിയെ തിരിച്ചു പോകുന്നു. ചാരുശീലേ നാഗവല്ലി മനോമണി രാമനാഥൻ തേടും വാലേ മാണിക്യവാസക മൊഴികൾ നൽകി ദേവി ഇളം കോവടികൾ ചിലമ്പു നൽകി തമിഴകമാകെ ശൃംഗാരറാണി പഴമുതിർ കൊഞ്ചലിൽ ചോലയായി.
Thank you, Adira. Moving on to the next contestant, that is Surya Chako, chest number 5. Surya Chako, chest number 5. Surya Chako, chest number 5. ആരന്റെ കണ്ണത്തിലെ ആരണ്ട കൊത്തണത് ആരന്റെ തെങ്ങും മേലെ ആരണ്ട ചത്തണത് നല്ല ചങ്കാവിലെ കോരന്റെ കുട്ടിയാണേ ഞാനണ്ട പാടത്തെ കരുമണി മുത്താണേ കളിക്കും കോരനും കടിഞ്ഞൂല് ഞാനണ്ട കാക്കൂലും തിരുമ്പയ്ക്കും കുഞ്ഞാഞ്ഞ ഞാനണ്ട നടകാലെ നേരം പോയി മുമ്പേലും ഞാനുണ്ട് മാളാലെ കൂട്ടിട്ട് കൊയ്യാനും ഞാനുണ്ട് വരവുമുടന് നേരം അങ്ങനെ കണ്ട ഓളുമുങ്ങനെ ഓളുമുങ്ങനെ ഒപ്പമുങ്ങനെ കണ്ട കാട്ടി കൊയ്യന് താളത്തി കൊയ്യന് നീട്ടി കൊയ്യന് കണ്ട വട്ടി നിറയ്ക്കണ് കൊട്ട നിറയ്ക്കണ് താഴി നിറയ്ക്കണ് കണ്ട നേരാണ് നേരാണ് നേരണ്ട വിൽക്കണ് രാമായണ കഥ പിന്നെയും പാടണ് തടി കണ്ടാവണ് കളിയും തുള്ളണ് വെള്ളവും കേൾക്കണ് താളവും കേൾക്കണ പാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോല്ലെങ്കിൽ തില്ലാന നാറ്റുപാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോല്ലെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോല്ലെങ്കിൽ തില്ലാന നാറ്റുപാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോല്ലെങ്കിൽ തില്ലാന തോറ്റം പാട്ടിന്റെ താളത്തിലാണടി പൂവാല്ലെങ്കിൽ തില്ലാന തോണി പാട്ടിന്റെ താളത്തിൽ പാടടി കാവാല്ലെങ്കിൽ തില്ലാന തോറ്റം പാട്ടിന്റെ താളത്തിലാണടി പൂവാല്ലെങ്കിൽ തില്ലാന തോണി പാട്ടിന്റെ താളത്തിൽ പാടടി കാവാല്ലെങ്കിൽ തില്ലാന പാട്ടിന്റെ പാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോല്ലെങ്കിൽ തില്ലാന Thank you, Surya. Next contestant is Mumtaz Pallat, chest number 7. Mumtaz Pallat, chest number 7. ഹായ് എവ്രി വൺ. ഞാൻ കളിക്കാൻ പോകുന്നത് ഭരതനാട്യത്തിലെ ഗണേശ കൗത്തുവാണ്. ഹിന്ദു മിത്തോളജി അനുസരിച്ചിട്ട് ഗണേശ ഈസ് എ ലോഡ് who is the remover of all obstacles. Thank you. And I'm remembering my guru, Srimati Padma Rani Rasaya Kantu, who is in Richmond. Thank you.
Thank you, Mumtaz. Next contestant is Preeti Nair, chess number 11. Judges, please note. Next contestant is Preeti Nair, chess number 11. ഞാൻ എഴുതിയൊരു കവിതയാണ് ചൊല്ലാൻ പോകുന്നത്. എനിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കവിത ചൊല്ലി, സോ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ കവിതയുടെ പേര് നിഴലെന്നാണ്. നിഴൽ. നേരിനായി വിറകൊള്ളും ചുണ്ടുകൾ ഞെരിഞ്ഞമർന്നതോ നിൻ മുന്നിൽ, നിറമേകും സ്വപ്നങ്ങൾ പൊഴിഞ്ഞു, കുളിരേകും കാറ്റെങ്ങോ മറഞ്ഞു, അണപൊട്ടിയൊഴുകിയൻ കണ്ണുകൾ ഇരുളിൻ കരങ്ങളിലൊളിച്ചു, ചെറുമുള പൊട്ടി മിഴിനേരം ഭൂതകാലം തകരപ്പെട്ടിയിൽ ഇട്ടു പൂട്ടി കെട്ടി പുതപ്പിട്ടു മൂടി, ചാരം തുടച്ചു ചിറകുയർത്തി, ചേരിൽ തൊടാതെ പറന്നുയർന്നു, മുറിവുകളിൽ നിണമുദിച്ചു നിന്നു, തളരാതെ ഇന്നും അവൾ തഴുകാനായി നിഴൽ. താങ്ക് യു. Video wall, please. రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి, కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి. ಕುರ್ಚಿನಿ ಮಾಡ್ತಾ ಬೇಕಿತ್ತು, ಆ ಕುರ್ಚಿನಿ ಮಾಡ್ತಾ ಬೇಕಿತ್ತು. Thank you, Britta. Next contestant is on her way. That is none other than Amanda Abraham, chess number 9. Amanda Abraham, chess number 9.
സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതികാളം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതികാളം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം. Thank you, Amanda. Don't worry about the petals. It's okay. Thank you for the beautiful talent. Next, coming onto the stage, Pamela Ravindran, chess number 13. Pamela Ravindran, chess number 13. வசமா வந்து மாட்டிக்கிட்ட நீட்டாதே கண்ணுக்குள்ள கத்தி வச்சு நீட்டாதே ஆளில்ல அத்தங்கர அதுக்கு இப்போ வாடி வாடி நாட்டுக்கட்ட வசமா வந்து மாட்டிக்கிட்ட கனவுல நீங்க கடிச்சு வச்ச காயம் வலிக்கிறது பிடிய சொல்லி கூவுன்னு சேவல் குழம்புல கொதிக்கிறதே நுனி நாக்கால புட்டு வச்சா நெத்தி தள்ளாதே சூடரும் சும்மா கடை வாடி வாடி நாட்டுக்கட்ட வசமா வந்து மாட்டிக்கிட்டேன்
മൂന്നാം ജാമം വീണ പോകും മുഴുസ പോത്തിക്കവാ ഓലപ്പായി കൂച്ചൽ പോടും കഥവ് സാത്തിക്കവാ അടിയാത്തി അടിയാത്തി പോ കൊലുസ് ചത്തം ഊരെ കൂട്ടാതോ അടിയാത്തി ആഹലില്ല ആത്തങ്കര அதுக்கு இப்போ என்னங்கற வாடி வாடி நட்டுக்கட்ட வசமா வந்து மாட்டிக்கிட்ட கன்னி பொண்ணு கம்மந்தட்ட காள வரதே மல்லிக்கட்ட ஆளில்ல ஆத்தங்கர அதுக்கு இப்போ என்னங்கற Thank you, Pamela. Judges, please note, we have completed the second round, the talent round. നൃത്തങ്ങളുടെ ഒരു പെരുമഴ, കണ്ണിനും കരളിനും ഒരുപോലെ ആസ്വാദ്യമായത്. എൻജോയ് ചെയ്യുന്നുണ്ടോ? എങ്ങനെ പോകുന്നു? Yes! Give a big round of applause to the contestants. ഒന്നിനൊന്ന് മെച്ചമായ നൃത്തത്താൽ നമ്മുടെ കണ്ണും കാതും നിറഞ്ഞില്ലേ? ഇതാണ് ടാലന്റ്. നാ സ്ത്രീ സ്വാതന്ത്ര്യമർഹതേ എന്ന് ഒരിക്കൽ മുഴങ്ങിയ മനു മഹർഷിയുടെ കാലത്തിൽ നിന്നും നാം എത്രയേറെ ദൂരം സഞ്ചരിച്ചിരിക്കുന്നു. അതെ, അതാണ് സ്ത്രീ ശക്തി. Woman is been always a cradle of talent. All she need is just a stroke. Well, we are here and that's what we are. Okay, ഞാനത് പറഞ്ഞതിന് ശേഷം അടുത്ത സെഗ്മെൻറ്റിലേക്ക് നമ്മൾ റെഡി ആകുന്നതിനനുസരിച്ച് ഒരു സ്പോൺസറെ കൂടെ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് മറ്റാരുമല്ല, ബിൽഡേഴ്സിൻ്റെ ഒരു വലിയ വ്യൂഹം നമ്മൾ കേരളത്തിൽ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. ഇതാ സ്വപ്ന പദ്ധതികളുമായി നമ്മെ ഓരോരുത്തരെയും ആകർഷിക്കുവാൻ കടന്നു വരുന്നു ബിസിനസ് ഡെവലപ്മെൻറ്റ് ചീഫ് ഓഫ് പൂവങ്കര ഗ്രൂപ്പ് ഓഫ് ബിൽഡേഴ്സ്, none other than Pavan Kumar. It's my privilege and honor to invite Mr. Pavan Kumar to the stage. Thank you for being a grand sponsor to Focana. Thank you so much, ma'am. Very good evening, all of you, and it's a very vibrant evening. I think all of you are enjoying. I wish all the contestants very best and be the best winner. First of all, I would like to thank Mr. Stephen Babu sir for giving us this opportunity. I think it's a great platform to meet large crowd from Kerala, and like ma'am said, we are one of the largest developer. I am Pavan. I am from Puravankara Limited. I take care of international markets. Puravankara Limited is one of the largest developer in India, which is 49-year-old. We are one of those public listed company in 2007. We have been developing projects across 9 cities in India, starting from Bombay to Chennai, Kochi, Coimbatore, Kerala, Goa, Hyderabad, and Mumbai, Pune. So now here I am in Kerala, so let me talk about God's own country. So all of you are there. So we have great projects in India. Today, if you see the trend, we are seeing the lot of momentum happening from NRIs investing back in India, because it's always our own country, we invest in India. So wherever we are, I mean, including me, I am from Dubai, based out of Dubai, but I always have a first choice to invest first in India. So we never forget about investing in India, and that's been growing markets, fastest growing country in India. I mean, India is the fastest growing country,
the stability of the government or infrastructure growth or kind of employment which is growing. So we see a lot of development happening. Real estate has been growing. It's been giving a lot of appreciation and an opportunity to invest homes. So we construct very beautiful homes. We have a theme-based homes, large-scale developments with a lot of world-class amenities and all. So talking about Kerala, we have projects in Kochi. We have already delivered a couple of projects in Kochi. And we are now having 2 great projects, iconic projects in Kochi. One is in Edapalli. The other one is Marine Drive. So Edapalli, we have a project very close to Lulu Mall. And the Marine Drive project, as you all know, one of the greatest location for investment of your dream home. So we have all the options for customers to invest in Kerala, Kochi. These projects we can cater to you very luxury segments. And we have exclusive offers for Focana members. We have come up with something very interesting, which is 20%. You just pay 20% right now and wait for the possession of your dream home, and then you pay the balance. So that is something that we are offering. We are just stationed outside. You can meet us, and we are also here for the next couple of days, so we can meet you one-on-one and give you a solution for your dream home. Thank you so much once again. Thank you. Thank you, ma'am. Thank you very much. നമ്മൾ പറയാറില്ലേ ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന്. ഇതാണ് പരസ്പരം ഒരു ഹെൽപ്പിംഗ് ഹാൻഡാണ് നമ്മളെ ഈ കൺവെൻഷന് വേണ്ടി ഗ്രാൻഡ് സ്പോൺസറായി സഹായിച്ച എല്ലാവരെയും, ഈവൻ ഒരു ചെറിയ സ്പോൺസർഷിപ്പ് പോലും തന്ന് സഹായിച്ച എല്ലാവരെയും നമുക്കും സാധിക്കുന്നത് പോലെ സഹായിക്കാം. Okay, now we are moving on to the next round. Before we proceed to the next round, you saw how well of a talent they presented. Now it is time for them to change into a different attire. Won't it be fair enough to give them 15 minutes to get ready? What do you think? Yes or no? Okay. So meanwhile, while they are changing to and getting ready for the next round, we are going to have ഒരു കൊച്ചു പുസ്തക പ്രകാശനം നടക്കുവാൻ പോവുകയാണ്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം. I know how well you were sitting back and enjoying the program. Next will be the topmost round for the contestant. That is going to be the question answer round. You all are very familiar about it. And let's വളരെ ശ്രദ്ധിച്ച് നമ്മൾക്കിരിക്കാം. എന്ത് ക്വസ്റ്റ്യൻസ് ആണ് ഈ ജഡ്ജസ് ചോദിക്കാൻ പോകുന്നത്, അതനുസരിച്ച് എന്ത് ആൻസറാണ് ഈ കണ്ടസ്റ്റൻ്റ് തരാൻ പോകുന്നത്, ഇതൊക്കെ നമുക്ക് കാതോർക്കാം. അതുകൊണ്ട് ആരും പോവാതെ ഇവിടെ തന്നെ ഇരിക്കണം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ look at the judges. They are not dancers. Why? Because we selected them in a way that nobody get biased by seeing the dance. You have seen Nadodi Nirtam, Bharatnatyam. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലെവലിലുള്ള ഒരു ഡാൻസർ ജഡ്ജ് ആണെങ്കിൽ they get biased because they love Bharatnatyam or Mohiniyattam or അല്ലെങ്കിൽ വെറും നാടോടി നൃത്തമാവാം. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് we didn't select any of the dancers. We selected them from 3 different prominent areas. So we will have more about them later on the next segment. And let's sit back and relax for the next one. Thank you. Once again, good evening, everyone. We don't have much time to waste, so we are going to start with the last round, that is the question answer round. I'm going to call the first contestant and as well as Honey Jost from Niagara Malayali Association. It is my honor to introduce her before the contestant. Let me welcome Honey Josephs to the stage. Give a good round of applause to Honey because she was the last Malayali Manga. ഒത്തിരി സന്തോഷം ഈ വർഷവും മലയാളി മങ്കയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം ചേച്ചി. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഓരോ കണ്ടസ്റ്റൻസിനെയും നമ്മൾ വിളിക്കും, അവർ വന്ന് സ്റ്റേജിൽ നിൽക്കും. ഹണി എ ബോൾ അവരുടെ കയ്യിലേക്ക് കൊടുക്കും. ഇതിൽ എഴുതിയേക്കുന്നത് ക്വസ്റ്റ്യൻ അല്ല, നമ്പറാണ്. ഈ നമ്പർ എടുത്തിട്ട് എടുക്കുന്നയാൾ എൻ്റെ കയ്യിൽ തരും.
ഞാൻ a number പറയും. Judges look at your portfolio and see who has the number which I am calling out. And that person will read the question. I hope you have the mic. Both in Malayalam and in English. Because some people don't understand Malayalam properly. Follow properly, I shouldn't say understand. So you will read both in English and Malayalam the same question. And 2 minutes for the contestants to answer the question. Am I clear? Judges, you're clear? All good? Thumbs up? Okay. So I'm going to call the first contestant. Subi Babu, contestant number 1, chess number 1. Subi Babu, please come to the stage. And you have the ball of questions Hani is going to give you. Now Subi is going to read. I'm going to take the question number from her and I'm going to read. Number 9. ഹായ് സുബി. ഹായ്. നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നേട്ടം എന്താണ്? നിങ്ങളുടെ ഒരു ആസ്പെക്ട് നോക്കുമ്പോഴത്തേക്കും വാട്ട് ഈസ് യുവർ പ്രൂഡസ്റ്റ് അക്കംപ്ലിഷ്മെന്റ് ഇൻ യുവർ ലൈഫ്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഒരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാടുണ്ട്. അപ്പം എന്ത് പറയും എന്ന് എനിക്കറിയില്ല. കാരണം പഠിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഉടനെ ജോബായി, ഇൻ ബിറ്റ്വീൻ US വന്നു. ദെയർ ഐ ഫേസ്ഡ് എ ചാലഞ്ച് ബിക്കോസ് ഐ വാസ് നോട്ട് ഹാവിങ് ദ വർക്ക് വിസ. പക്ഷേ ഞാൻ പഠിച്ച ഒരു കാര്യം, എൻ്റെ വലിയൊരു റോൾ മോഡലാണ് APJ അബ്ദുൽ കലാം, ഒപ്പം എൻ്റെ ഫാദറും. അപ്പം എന്തൊരു പ്രതിസന്ധി വന്നാലും അതിനെ ചിരിച്ച മുഖത്തോടു കൂടി നേരിടുക, അല്ലെങ്കിൽ സ്വപ്നം കാണുക. സ്വപ്നം ചുമ്മാതെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ആ സ്വപ്നം കാണുന്നതോടൊപ്പം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. ഞാനിവിടെ വന്ന് എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം പഠിക്കുക. പക്ഷേ ഇൻ ബിറ്റ്വീൻ ആരെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ജോലിയാവുമോ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലും ഏറ്റവും വലിയൊരു ജോലിയാണ് ദൈവം തമ്പുരാൻ എനിക്ക് തന്നത്. പക്ഷേ അത് എൻ്റെ ഹാർഡ് വർക്കിൻ്റേതും എൻ്റെ കുടുംബത്തിൻ്റെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഒപ്പം പല മേഖലകളിലും എനിക്ക് ലീഡർഷിപ്പ് സ്ഥാനം വഹിക്കുവാനും ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെയും ഞാൻ എല്ലാവരുടെ അടുത്തും ചിരിച്ച മുഖത്തോടെ സോഷ്യലൈസ് ചെയ്ത് ഇപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിൽ ഞാൻ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. അങ്ങനെ പരിചയപ്പെടലിലൂടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലെ വലിയ നേട്ടം. എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടും എൻ്റെ ആത്മവിശ്വാസവും. താങ്ക് യു. So that was Subi Babu, chess number 1. Now let me invite Adira Verma, chess number 3. Adira is going to take a number and I will read out. Number 8. Hi, namaskaram. You have the mic, no? Sorry. Yeah. ഹായ്, നമസ്കാരം. ഹായ്. നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കുമെങ്കിൽ അതെന്തായിരിക്കും? അത് എന്തുകൊണ്ടാണ്?
മാറ്റം വരുത്താൻ സാധിക്കുന്ന കാര്യം എന്തായിരിക്കും, അത് എന്തുകൊണ്ട്? ഇഫ് യു കുഡ് ചേഞ്ച് വൺ തിങ് ഇൻ ദ വേൾഡ്, വാട്ട് വുഡ് ബി ആൻഡ് വൈ? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഈ ലോകത്ത് ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസം നേടാനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. എഡ്യൂക്കേഷൻ കിട്ടാത്ത കുട്ടികൾ അവർക്കൊക്കെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അതോടെ അവർക്ക് എന്താ പറയുക, ഈ ലോകത്തുള്ള കുറേ പ്രശ്നങ്ങളുടെ ഉത്തരം തന്നെയാണത്. പല ക്രൈംസ് നടക്കുന്നതും ഈ ലോകത്ത് പല ബാഡ് തിങ്സ് നടക്കുന്നതൊക്കെ മനുഷ്യർ അൺഎഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അതായിരിക്കും ഞാൻ പറയുന്ന ഉത്തരം. Thank you, Adra. Next contestant is Surya Chako, chess number 5. Surya Chako. Surya, come forward. Number 2. ഹലോ സൂര്യ, നിങ്ങൾ കാണുന്ന ഒരു ബലഹീനത എന്താണ്? ആ ബലഹീനതയെ എങ്ങനെയാണ് നിങ്ങൾ നേരിടുന്നത്? ഇംഗ്ലീഷ് ചോദിക്കാം. വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് ആൻഡ് ഹൗ ഡു യു ഡീൽ വിത്ത് ഇറ്റ്? എൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, I think I try to do things to perfection and I do a lot of things. I think I have to slow down, decrease the number of things that I do, plan things that I do in an effective way, with an appropriate time management, and do the things that I do perfectly, rather than doing a number of things incompletely. Thank you. Okay, thank you. Thank you, Surya. Next contestant, Mumtaz Talat, chess number 7. Hope you had a good glimpse at Mumtaz. Question number 7. Number 7. നമസ്കാരം. ഹലോ, നമസ്കാരം. ജീവിത വിജയം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജീവിതത്തിൽ വിജയം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് സക്സസ് ഇൻ ലൈഫ് അക്കോർഡിംഗ് ടു യു? അതൊരു അടിപൊളി ചോദ്യമാണ്. നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ജീവിത വിജയം എന്ന് ഒരു പേഴ്സണ് ആയിട്ട് ഒരു ഇൻഡിവിജ്വലായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ പലപ്പോഴും സാമ്പത്തിക വിജയമാണ് എല്ലാവരും തന്നെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ, ഞാനൊരു ഹെൽത്ത് കെയർ വർക്കറാണ്, ഞാനൊരു സൈക്യാട്രി സ്റ്റുഡൻ്റാണ്. ഞാൻ കണ്ടിട്ടുള്ള പേഷ്യൻസ് ഒന്നും തന്നെ സാമ്പത്തികമായി വിജയിച്ചവർ പലരും തന്നെ സൈക്കോളജിക്കലി ഓർ ആത്മീയമായിട്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കലി അവർ ഹാപ്പി അല്ല. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് നമ്മളുടെ എല്ലാ തരത്തിൽ സാമ്പത്തികമായിട്ടും സോഷ്യലായിട്ടും ഇൻഡിവിജ്വലായിട്ടും ആത്മീയമായിട്ടും ഒരാൾ സക്സസ്ഫുൾ ആകുമ്പോൾ മാത്രമേ ഞാൻ അയാൾക്ക് ജീവിത വിജയമുണ്ടെന്ന് പറയുള്ളൂ.
അതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഞാൻ സംസാരിക്കുന്ന പേഷ്യൻസ് എല്ലാവരും ഒരുവിധം, ഞാൻ അനസ്തറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ, ഞാനൊരു വർക്ക് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ ഞാൻ കാണുന്ന പേഷ്യൻസ് ഒരു 95% ഓഫ് ദ പേഷ്യൻസും ഒരു ഇൻഷുറൻസ് ഉള്ളവരാണ്. അവരൊക്കെ ഒരുവിധം ഇക്കണോമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ അവരോട് ഇങ്ങനെ, യൂഷ്വലി അനസ്തീഷ്യയല്ല നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ അറിയുന്നത്, നമ്മൾ അവരോട് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ് ഹോബീസ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, അഡ്വഞ്ചറസ് ആയിട്ട് എന്താ ചെയ്യുക, ഫാമിലി എന്താ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഉത്തരങ്ങളിൽ പലരും, അവരെല്ലാവരും ഉള്ളിൽ എംപ്റ്റിയാണ്, അവർ ഹാപ്പിയല്ല. അപ്പോൾ ഈവൻ അവർ ഭയങ്കര സക്സസ്ഫുള്ളാണ് ലൈഫിൽ, അവർ അച്ചീവറാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, സമ്പത്തല്ല ഒരാളുടെ, ഒരു മണി അല്ല ഒരാളുടെ സന്തോഷം, ആത്മീയത, അല്ലെങ്കിൽ അവർക്ക് സോഷ്യലായിട്ട് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ, നീ ഇന്നത് ചെയ്തു അത് നല്ലതാണ് എന്നൊരാൾ പറയുമ്പോൾ, അങ്ങനെ പറയാൻ ചുറ്റും ആളുകളുള്ളവരാണ് ഒത്തിരി സന്തോഷിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. Thank you, Mumtaz. Next contestant, Preeti Nair, chess number 11. Judges, please note, Preeti Nair, chess number 11. Number 5. ഹായ് പ്രീതി, നമസ്കാരം. ഞാൻ പുണ്യപിള്ള. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ നമ്പർ 5 എന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഇംഗ്ലീഷ് വേണോ? ഡു യു സീ യുവർ സെൽഫ് സ്റ്റാൻഡിങ് നൗ ആസ് യു ലുക്ക് ബാക്ക്? വേർ യു സ്റ്റാൻഡിങ് ആസ് യു ലുക്ക്? ഓക്കെ, ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം ഞാനിപ്പോൾ എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ അത്യാവശ്യം മലമുകളിൽ തന്നെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. അത്ര എക്സ്ട്രാ ഓർഡിനറി പാസ്റ്റൊന്നും അല്ല എനിക്ക് പറയാനുള്ളത് എൻ്റെ ലൈഫിൽ. സോ പല കാര്യങ്ങളും സന്തോഷവും സങ്കടവും കലർന്ന് തന്നെയാണ് എൻ്റെ ലൈഫ് ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. പല പല പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്ത് നല്ല ആത്മവിശ്വാസത്തോടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പണ്ട് പല കാര്യങ്ങളും വരുമ്പോൾ പെട്ടെന്ന് കരയുന്ന ഒരാളായിരുന്ന ഞാൻ ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ പല കോൺഫിഡൻസും കൂട്ടി കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. എല്ലാവരോടും നല്ല ശരിക്കും സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും ചിരിച്ച മുഖത്തോടെ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൽ കൂടെ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പാസ്റ്റിനെ അപേക്ഷിച്ച് ഇപ്പോൾ. താങ്ക് യു. Thank you, Preeti. Next contestant, Pamela Ravindran, chess number 13. Pamela Ravindran, chess number 13. Question number 1. ഹായ് പമില. എന്താണ് നിങ്ങളെ നിങ്ങളെന്ന വ്യക്തി ആക്കുന്നത്? അതായത് നിങ്ങൾ എന്ന വ്യക്തിത്വത്തിൻ്റെ സവിശേഷത എന്താണ് നിങ്ങൾക്ക് ഒറ്റവാക്കിൽ പറയാനുള്ളത്? ഞാൻ സത്യസന്ധമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അങ്ങനെ. പിന്നെ ഞാൻ എല്ലാവരും വിശ്വസിക്കും. അവരെന്ത് ചെയ്താലും ഞാനത് കെയർ ചെയ്യില്ല. ഞാൻ എൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. എനിക്ക് അവരോട് ആരോടും വിരോധമില്ല. ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ സത്യസന്ധതയും സ്നേഹവും നിലപാടും ഞാൻ വ്യക്തമാക്കി തന്നെ പോകും. അതാണ് എൻ്റെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യാറ്.
of your time. Thank you. Thank you, Pamela. Now the last contestant of the round, Amanda Abraham, just number 9. Number 4. Hi, Pamela. Nice to have you here this evening. I'm actually Amanda Okay. Abraham. My question is, നിങ്ങളെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തിയായി കാണുന്നുവോ? ഒരു ഉദാഹരണം പറയാമോ? അതിൻ്റെ ഇംഗ്ലീഷ്, ഡു യു സീ യുവർ സെൽഫ് ആസ് എ സോഷ്യലി കമ്മിറ്റഡ് പേഴ്സൺ? ഗിവ് ആൻ എക്സാമ്പിൾ. Thank you. Thank you so much, Auntie, for that question. I don't know if I can claim myself as a socially competent person, but I can say that I do whatever I can from my heart that I believe is true. So if there is a political issue going on, or if there is some religious issue going on that I feel really strongly about, then I think it's my social responsibility to come forward and say what I believe. Now, that doesn't mean that I'm the only correct person, right? That means that I have an opinion, I feel really strongly about it, and maybe other people also feel that same way. They may not feel that same way, and that's okay too. So I'd like to say, sure, I am a socially competent person, but that's also because I feel that when I'm able to talk to other people and to gain insight from them, I don't see myself or themselves as correct. It's about being open-minded. So hopefully, I hope that as I continue to grow in the community, that I will become more and more socially aware and to learn more. So thank you so much for that question. Thank you, Amanda. I will request all the contestants to come forward so that everybody can see you nicely. Follow her and stay at the first line. Stay in the first line so everybody can be seen proper. Big round of applause to the contestants. ഒന്നിനൊന്നും മെച്ചമായിട്ട് I really pity on the judges. I know the job is very tough, and this is the time. I would say what Margaret Thatcher once said, don't follow the crowd, let the crowd follow you. So, with this said, before they exit, I would like the Women's Forum chair to come to the stage, stand along with them, and the coordinators of Manga to come along and stand in this line so that we can have a great picture with this great contestants. Bridget George, please come up to the stage. Susan Chaco, Honey Jose, where is Nima? All of us.
Now we know that all the rounds are completed. The judges have the tough job to tally, and then the announcement will follow after they conclude their tallying. Meanwhile, what we are going to have is the literary award. It's going to happen. So I request everyone to be seated so that we can see who is going to get that crown. First of all, let me tell you, നമ്മൾ പറയില്ലേ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്, പക്ഷേ വിജയിയാവുന്നവൻ ഒരാൾ മാത്രം. ക്രൗൺ മാത്രമല്ല ഇതിൻ്റെ നിദാനം, നമ്മളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നതാണ്. The courage of the women will make every wall fall down. I don't doubt about that. എന്തൊരു ആത്മവിശ്വാസത്തോടെയാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് നമ്മുടെ മുമ്പിൽ വന്ന് അവരുടെ ടാലൻസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഇൻട്രൊഡക്ഷൻ എല്ലാം തന്നത്. See, that courage deserves more than the round of applause. So you will see what are the things stored in for them for their participation. So sit back and relax. We will get back pretty soon. Thank you, everyone. Thank you, judges. We will see again you all in the stage along with the contestants after tallying the results. Once again, good evening to everyone. സാഹിത്യ പുരസ്കാരങ്ങൾക്ക് ശേഷം അടുത്ത പുരസ്കാരം ഇതാ നമ്മെ തേടി എത്താറായി. നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്, ഒരു നല്ല കൈയടി കൊടുക്കാം ആദ്യം അവർക്ക്. They did such an awesome job, tallied everything, and I especially congratulate them for taking this tough task. I don't know how they came to conclusion. It was so hard, as you witnessed it. It's very hard to pick 1, 2, and 3 out of all these 7. Anyway, വിജയിയാവാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മുടെ ജഡ്ജസിനെ നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം. All our eminent judges are kindly please come to the stage. All contestants, one by one, please come to the stage. All Manka contestants, one by one, as per the chess number, how we were calling you, just come. Chess number 1, 3, 5, 7, 11, and 13. Take a good look at our contestants and receive them with a big round of applause. Now it's my privilege to ask the judges to join them. Ms. Ponupille, next to Pamela. Our one and only male judge, Mr. Murali R. Next to Ponupille. And Rani Nikesh next to Murali. And I'm asking all of you to move forward to this first line where I am standing. Now let me invite Ms. Bridget George, the Women's Forum Chair, to join with the contestant number 1. Following her is Honey Joseph, Nima, and Susan Chaco.
These are the coordinators of this Malayali Manga program along with me. ആകാംക്ഷഭരിതമാണോ നമ്മൾ? Are you ready to receive the result? പതിവിന് വിപരീതമായി ദ കമ്മിറ്റിയുടെ തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ ജഡ്ജസ് തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യുക എന്നതാണ്. സോ ദീസ് 3 judges are here. I am entrusting that job from their concerns to Ms. Rani Nikesh. Thank you. She's going to start with the subcategory. ബഹുമാന്യരെ, ഇന്നത്തെ ഈ മത്സരത്തിന് എല്ലാ പേരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുകയുണ്ടായി. എല്ലാവരും വളരെ നന്നായി തന്നെ ഇതിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകി. അപ്പോൾ ആരെ തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 7 പേരും ഒന്നിനൊന്ന് മിച്ചമായിരുന്നു. ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ തങ്ങളുടെ പ്രാഗൽഭ്യം തെളിയിച്ചവരും സുന്ദരികളുമാണ്. അതിൽ നിന്ന് ഏറ്റവും മികച്ച 3 പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അതിനു മുൻപ് ഇതിൽ ഓരോ വിഭാഗത്തിലും 1ാം സ്ഥാനത്തെത്തിയ കുറച്ച് പേരെയാണ് ആദ്യം അനൗൺസ് ചെയ്യുന്നത്. അതിലാദ്യം ബെസ്റ്റ് ബോഡി അമന്ത എബ്രഹാം. Thank you. We are going with the subcategories first. One of them is Best Body, that Amanda Abraham. She's going to receive the Best Voice Aditya Verma. Best Attitude Pamela Ravindran. അടുത്തത് ബെസ്റ്റ് ആൻസർ സുബി ബാബു. അടുത്തത് ബെസ്റ്റ് ഹെയർ മുംതാസ് പള്ളത്ത്. Ms. Rani Nikesh is going to give the trophy for Mumtaz.
best smile. Surya Chako. അടുത്തത് ബ്യൂട്ടിഫുൾ ഐ പ്രീതി നായർ. So this completes the subcategories. Now the well-awaited Manga results are going to come. And Ms. Rani Nikesh is not very happy to announce the winners again. So I am handing over to Bridget George, the Women's Forum Chair, to announce. If she's hesitant because she has to crown them. So she's entrusting that job to me. I take this as an honor and privilege to announce the winners, starting with the second runner-up. That is Preeti Nair. Preeti Nair is going to get the awards from Nima. And I request Murali Art to join them. Murali is going to hand the trophy over to Preeti. Come this side. The first runner-up goes to Subi Babu. I'm inviting Honey Joseph to come and crown her. I'm requesting Ms. Ponnupillai to join and hand the trophy over. Ponnupillai to join and hand the trophy over. Come here. Give it. Give the trophy. Yeah. We are going on to the Malayali Manga. Any guess? Whoa! Adira Varma, the Malayali Manga 2024. One more round of
applause. Let me invite the Women's Forum Chair, Ms. Dr. Bridget George, to crown Adira Verma. Let me have the pleasure of Rani Nikesh to join the crowd. Once again, the 2024 Malayali Manga, Adira Verma. Big round of applause. Can we have the first and second runner-up to join along with the judges? And all the subcategory winners after this. Hold on. Hold on. And now the subcategory winners, join them along with the coordinators. It's my honor and privilege to call none other than our president, Mr. Babu Stephens, to the stage for awarding cash award to all these contestants. Mr. Babu Stephens. I don't know whether he's around or not. Dr. Babu Stephens? Oh, he's coming. Fokkanയുടെ നടുന്തൂണായി നിന്ന് ഇത്രയും നല്ലൊരു കൺവെൻഷൻ നമുക്ക് പ്രദാനം ചെയ്ത ഡോക്ടർ ബാബു സ്റ്റീഫന് നല്ലൊരു കൈയടി കൊടുത്ത് സ്വാഗതം ചെയ്യാം. He is here along with all the contestants and judges and the coordinators. What a beautiful moment. And he is the one awarding all the contestants the cash prizes. Let me get it. Okay, the first cash award goes to the Manga. Adira, come forward, and Dr. Babu Stephens, come. Second is for the first runner-up, Subi Babu. Next cash award to the second runner-up, Preeti Nair. Once again, I thank you each and everyone for your kind and beautiful participation. And the contestants, it was awesome to see you at the stage performing. And the talents were marvelous. And special thanks to all three judges for doing an awesome job. Your manga tallied very well with the audience. I wish I had an audience poll to take it. So next time we'll think of that. Thank you very much. And let's have a good photo session with our president.
want the winners, the Manga first and second runner-up, just to stand along with the president. Just the first, second, and third along with the president. Okay. Yeah. Just take it. Just first and second. Only first and second with the president. President and cricket. Oh. First and second. First and second. Okay. I'm requesting Mr. Thangachan and his wife, who are the cultural coordinators, to be on the stage to have a session with the president and the winners. Mr. Thangachan and his wife, Mr. and Mrs. Thangachan, the cultural coordinators. Mr. and Mrs. Johnson Thangachan, please come to the stage. He worked really hard. Now the coordinators are also going to join.